അവളെ ജയിക്കാനായിട്ടാ പോയത്. എന്നിട്ട് നമ്മൾ തോറ്റു തുന്നം പാടി. കാലിന് സ്വാധീനം ഇല്ലെങ്കിലും അയാൾ എങ്ങനെ നോക്കിയാലും ഉണ്ണിയേട്ടന് മുകളിലാ. സത്യം പറഞ്ഞ അങ്ങനെ വീൽ ചെയറിൽ നിന്ന് വീണതിന്റെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് പോയി. അതൊരു വലിയ പോരായ്മയല്ലേ കരണേ? സത്യം പറഞ്ഞ കണ്ണേട്ടനെ കല്യാണം കഴിച്ചതോടെ ഏട്ടത്തിന്റെ ജീവിതം തീർന്നില്ലേ? അങ്ങനെ തീരുമെന്നാ കരുതിയത്. പക്ഷെ അവൾ ഇപ്പോഴാ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ വെച്ച് അവൾക്ക് വലിയ ജീവിതമൊന്നും ഇല്ലായിരുന്നു. ബികോം വരെ പഠിച്ചത് തന്നെ വലിയ പാടുപെട്ട. അച്ഛന്റെയും എന്റെയും കാല് പിടിച്ചതുകൊണ്ടാ അത്രയും വരെയെങ്കിലും എത്താൻ അവൾക്ക് പറ്റിയത്. നമുക്ക് നാളെ കുഞ്ഞുങ്ങൾ ജനിക്കും. അവരൊത്ത് സന്തോഷത്തോടെ സുഖത്തോടെ നമ്മൾ ജീവിക്കും. അത്തരം ജീവിതങ്ങളൊന്നും നിന്റെ മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ആശ്വസിക്കേണ്ട ഉണ്ണിയേട്ടാ. ഇന്നെന്തായാലും അവളല്ലേ തല ഉയർത്തിപ്പിടിച്ച് നിന്നത്. കമലേശ്വരത്തെ കണ്ണൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അത്രത്തോളം ഉണ്ണിയേട്ടനില്ല. ഞാൻ കണ്ണേട്ടന്റെ അനിയനല്ലേ? അതെ, എല്ലാ അർത്ഥത്തിലും അങ്ങനെയായി പോയി. അയാള് വലിയേട്ടം കളിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ച് കല്യാണം കഴിഞ്ഞതോടെ അവൾ ഒരു സ്റ്റെപ്പ് എനിക്ക് മുകളിലാ. എന്റെ അച്ഛനും മുത്തശ്ശിക്കും പോലും ഇനി അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാഗരെ, ഒന്ന് നിർത്തി. നിർത്താനല്ലേ പറഞ്ഞേ? എന്താ മാഡം? നിർത്താൻ പറഞ്ഞ നിർത്തില്ല. എന്താ മഹി? എന്തേ വരുന്നു? തൽക്കാലം രക്ഷപ്പെട്ടു. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ മഹി? എന്താന്നൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. ആരത്? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? മാഡത്തിന് പരിചയമുള്ള ആരെങ്കിലും ആണോ? അതെ, വെറും പരിചയമല്ല, നല്ല പരിചയം. പക്ഷേ പറഞ്ഞ സമയത്ത് സാഗർ വണ്ടി നിർത്തിയില്ലല്ലോ. സോറി മാഡം, പെട്ടെന്ന് ഞാൻ കേട്ടില്ല. മറ്റെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. അപ്പൊ ഡ്രൈവിംഗിനിടയിലും എന്തൊക്കെ ആലോചിക്കുന്നുണ്ടല്ലേ? ഏയ്, അങ്ങനെയല്ല സാർ. ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ മാഡം വിളിച്ചത് ശ്രദ്ധിച്ചില്ലെന്നാ പറഞ്ഞത്. അയാളെ പറ്റി ഇനി ഭർത്താവിനോട് ഭാര്യ പറയൂ? ആ, പോ. ആ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.